السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين. صدق الله العظيم. സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ട് വിഭാഗം, ഒരു വിഭാഗം നരകത്തിലും പോകുന്നു. അങ്ങനെ മൂന്ന് പാർട്ടികളായി മനുഷ്യകോടികൾ വിഭജിക്കപ്പെടുമെന്നത് സ്വർഗസ്ഥരായ ആളുകൾ തന്നെ അസ്ഹാബുൽ മൈമന എന്നും അസ്സാബിഖ് എന്നും രണ്ട് തസ്തികയിലായി വേർതിരിയുമെന്നാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. ഒരുപാട് ദിവസങ്ങളിലായി നമ്മൾ വസ്സാബിഖൂൻ അസ്സാബിഖൂൻ ആ ആയത്തിന്റെ പിറകെയാണ്. ഈ സാബിഖങ്ങളിൽ ഓരോ സമുദായത്തിലും നേതൃത്വം നൽകുന്ന ആളുകളെയാണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പരാമർശിച്ചത്. ഈ ഉമ്മത്തിൽ സാബിഖങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അധ്യക്ഷ പദവിയിലാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. 70,000 ആളുകളെ ഒരു ഹിസാബുമില്ലാതെ അല്ലാഹു സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ തലപ്പത്തുള്ള ആളാണ് മഹാനരായ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് അൽ മുലഖബി ബിൽ അതീഖ് ഖാതിൽ സിന്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അവരതിന്റെ തലപ്പത്തുള്ള ആളാണ്. ഓരോ വിഭാഗത്തിനും ഓരോ ഹെഡ് ഉണ്ടാവും. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻമാരുടെ തലപ്പത്തുള്ള അതിന്റെ നേതൃത്വം മഹാനരായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു. കച്ചവടക്കാരുടെ നേതൃത്വം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അങ്ങനെ ഓരോ വിഭാഗത്തിനും ഒരു ഹെഡ് ഉണ്ടാവും. സാബിഖീങ്ങൾക്ക് നേതൃത്വം ഖുലഫാഉർ റാഷിദീങ്ങളിൽ, അതിൽ തന്നെ മഹാനരായ അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖിനെയും റളിയല്ലാഹു അൻഹുമ മഹാന്മാർ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്മാർ മൊത്തത്തിൽ ചില മുഫസ്സിരീങ്ങളുടെ അഭിപ്രായ പ്രകാരം 3 വിഭാഗമാണ്. ഒന്ന് അഹ്ലുൽ നിസിയാൻ, അഹ്ലുൻ നിസിയാൻ. മറ്റൊന്ന് ആദ്യം അഹ്ലുൽ ഇസ്യാൻ, പിന്നെ അഹ്ലുൽ ദിക്ർ, വേറെ ഒന്ന് അഹ്ലുൽ ഇഹ്സാൻ. ആ 3 വിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 3 ആയത്ത് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ, അസ്സാബിഖ്. അഹ്ലുൽ ഇസ്യാൻ, അഹ്ലുൽ ഇസ്യാനി വൻ നിസിയാൻ, മറവിയുടെയും തമ്മാടിത്തരങ്ങളുടെയും ആളുകൾ, അവർ അസ്ഹാബുൽ മശ്അമയാണ്. അവർക്ക് എന്തിനാണ് വന്നത് എന്നറിയില്ല, എങ്ങോട്ടാണ് പോണതെന്ന് അറിയില്ല, എന്താണ് ദൗത്യം എന്നറിയില്ല, മരണത്തെക്കുറിച്ച് ബോധമില്ല, ഖബർ കിടക്കണമെന്നുള്ള ചിന്തയില്ല, ഹിസാബിനെ കുറിച്ച് പേടിയില്ല. ഇങ്ങനെ ജീവിച്ച് ഹവയുടെ പുഴയിൽ ഒഴുകുന്ന ചപ്പുകൾ, അവര് അസ്ഹാബുൽ മശ്അമയാണ്. എന്നാൽ അസ്ഹാബുൽ മൈമനയോ ജീവിതകാലത്ത് കുറെ വഴിവിട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മറവിയും അലസതയും ഒരു വേള തമ്മാടിത്തരവും. അങ്ങനെയായി ഇങ്ങനെ തള്ളുന്ന സമയത്ത് ഒരു ബോധോദയം കയറി തൗബ ചെയ്ത് നന്നായി മരിച്ച ആളുകൾ, അവർ അസ്ഹാബുൽ മൈമന. അവർ സ്വർഗത്തിലാണ്, സ്വർഗ പാർട്ടിയിലാണ്. എന്നാൽ അസ്സാബിഖ് എന്ന് പറയുന്നത് ചെറുപ്പകാലത്തെ ദീനി സംസ്കൃതിയിലൂടെ വളർന്നു വലുതായി അള്ളാഹുവിന് ഹൃദയം കൊടുത്ത് ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ഇൽമും അമലുമായി ദിക്റും ഫിക്റുമായി മാത്രം കഴിഞ്ഞിരുന്ന വലിയ ആളുകൾ, അവരാണ് അസ്സാബിഖ്. അപ്പൊ 3 വിഭാഗമായി: അഹ്ലുൻ നിസിയാനി വൽ ഇസ്യാൻ,
അസ്ഹാബുൽ മശ്അമ, മറവിയുടെയും തമ്മാടിത്തരങ്ങളുടെയും ആളുകൾ. 2, ആദ്യം അഹ്ലുൽ ഇസ്യാൻ, പിന്നെ അഹ്ലു ത്വഅ. ആദ്യം തെറ്റുകളുടെയും മറവിയുടെ ഒക്കെ ആൾക്കാരായിരുന്നു, പിന്നെ തൗബ ചെയ്ത് നന്നായിട്ട് ആരാധനകളൊക്കെ തുടങ്ങിയിട്ട് മരിച്ച ആളുകൾ. അവര് അസ്ഹാബുൽ മൈമന, സ്വർഗത്തിലേക്ക് പോണ ആളുകൾ തന്നെയാണ്. എന്നാൽ സാബിഖ് അതൊന്നുമല്ല. സാബിഖ് നിങ്ങളൊക്കെ അതിന്റെ നേതാവ് മഹാനരായ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു. അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പോലും കള്ള് വ്യാപകമായും ഹോബിയായും അഭിമാനമായും ഏത് വീടുകളിലും നടന്നിരുന്ന കാലത്ത് കള്ളിന്റെ ഗന്ധവും രുചിയും അനുഭവിക്കാത്ത ആൺകുട്ടിയാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഈ പറയുന്നത്. ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബിംബത്തെ ആരാധിക്കാത്ത ആളാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാതിരാവിൽ ഗ്രാമങ്ങളെ കൊള്ളയടിച്ചിരുന്ന റൗഡി വിഭാഗത്തിന്റെ തലവനായിരുന്നു ഒരു വേള അമീർ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹുവിനോ കൊള്ള സംഘവുമായി ബന്ധമില്ല, കക്കലുമായി ബന്ധമില്ല, സമുദായത്തിൽ നടന്നിരുന്ന ഒരു കാടത്തവുമായിട്ടും ലവലേശ ബന്ധമില്ലാത്ത, ഷഹാത്തിലേക്ക് വരുന്നതിന് മുമ്പെന്നെ ദീനീച്ചിട്ട അറിയാതെ തന്റെ പ്രകൃതിയിൽ അലിഞ്ഞു ചേരും വിധം അല്ലാഹു ആദരിച്ച മഹാനാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അവരാണ് അസ്സാബിഖിന്റെ നേതൃത്വം. അവരെ ബർക്കത്തുണ്ട് അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. എന്നിട്ട് ഈ വിഭാഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല ലാസ്റ്റ് പറഞ്ഞു വെച്ചു, ഉലൈക ഹുമുൽ മുഖറബൂൻ. അവരാണ് മുഖറബീങ്ങൾ. ഈ മുഖറബ് എന്ന വാക്ക് പറഞ്ഞതിനെ കുറിച്ച് മഹാന്മാർക്ക് ഒരു ചർച്ച ഉണ്ട്. അത് അവിടെ മുത്തഖരീബ് എന്ന് പറയാത്തത്. മുത്തഖരീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് അടുത്ത ആള് എന്ന് അതിന്റെ അർത്ഥം. മുഖറബ് എന്ന് പറഞ്ഞാൽ അടുപ്പിക്കാൻ ഒരാള് വേണം, ആളെ അറിയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മുഖറബ് എന്ന് പറഞ്ഞാൽ അടുപ്പിക്കപ്പെട്ട ആളുകൾ. അള്ളാഹുവിനോട് അടുത്ത ആളുകൾ എന്നാണെങ്കിൽ മുത്തഖരീബ് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ മുഖറബ് എന്ന് പറയാൻ കാരണം ഒരാൾക്ക് സ്വന്തം അമല് ചെയ്തതുകൊണ്ട് മാത്രം അള്ളാഹിലേക്ക് അടുക്കാൻ കഴിയില്ല. അള്ളാഹു അവരെങ്ങോട്ട് അടുപ്പിച്ചാലേ അടുക്കാൻ കഴിയുള്ളൂ. അപ്പോ അവരെ മുഖറബ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ സ്വന്തം ശരീരത്തിന്റെ പവർ കൊണ്ട് ഇബാദത്ത് ചെയ്തിട്ട് സ്വന്തമായിട്ട് അടുത്തവരല്ല. അവര് ചെയ്ത ഇബാദത്തുകൾ കാരണത്താൽ അള്ളാഹു അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചതാണ്. അപ്പോൾ അവിടെ മുഖരീബ് ഉണ്ട്, അത് അള്ളാഹു ആണ്, അവരുടെ ശരീരങ്ങളല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഉലൈക ഹുമുൽ മുത്തഖരീബൂൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്ന ഒരു സ്ഥലത്ത് മുഖറബു എന്ന് പറഞ്ഞത് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എല്ലാവർക്കും പേടി. ഏത് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കും പേടിയാണ്. കാരണം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവോ, അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ടാവോ, അള്ളാഹു അവനിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവോ എന്ന് ബേജാറ് എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താണ്? സ്വയം ഒരിക്കലും അള്ളാഹിന്റെ ആളാവാൻ കഴിയില്ല, അള്ളാഹ് കണ്ട് ആക്കണം. സാബിത്ത് ബിൻ ഖൈസ് എന്നുള്ളൊരു മഹാൻ ഉണ്ടായിരുന്നു. 24 മണിക്കൂറിനിടയിൽ 1000 റക്അത്ത് ദിനം പ്രതി സുന്നത്ത് നിസ്കരിച്ചിരുന്ന ആളാണ്. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ ഉറങ്ങൂല. 1000 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളത് അവരുടെ ഒരു കട്ടായ തീരുമാനമായിരുന്നു. ആ മഹാൻ വഫാത്താൻ കിടക്കുന്ന സമയത്ത് കരയാണ്, പൊട്ടിക്കരയാണ്. ആ മക്കൾ ചോദിച്ചു, വാപ്പ എന്തിനായി കരയണ്ട? ഞങ്ങൾ എപ്പോ നോക്കിയാലും നിങ്ങൾ അത്തയ്യാത്തിലാണ്, നിങ്ങൾ സുജൂദിലാണ്, നിങ്ങൾ റുക്കൂഴിലാണ്, സദാ സുജൂദ് പരിശീലനമുള്ള നിങ്ങൾ എന്തിനാണ് ഈ വഫാത്തിന്റെ സമയത്ത് സന്തോഷിക്കേണ്ട ആളല്ല, നിങ്ങൾ എന്തായി കരയണെന്ന് വെച്ചു. പറഞ്ഞെന്താ അറിയോ? മോനെ, എന്റെ സുജൂദ് റുക്കൂഴൊക്കെയല്ലേ ഈ കണ്ടിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട് മോനെ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കൂ. ഞാൻ ആ പട്ടികയിൽ പെട്ടു എന്നതിന് നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ? ഞാൻ അതിൽ പെട്ടു എന്നുള്ളതിന് തെളിവുണ്ടോ മോനെ എന്ന് പറഞ്ഞേ. ഒരു ദിവസം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആള് കാര്യമാണ്. നമ്മളൊക്കെ അവസ്ഥ എന്താണ്? അതിന്റെ അപ്പുറത്തേക്ക് പോയ സഹാബാക്കളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. സഹാബാക്കൾ അതിന്റെ ആളുകളാണ്. ഇബ്നു അബീ മുലൈക്ക റളിയല്ലാഹു തആല എന്ന താബിയാണ്. അവര് പറയുന്നുണ്ട്, അദറക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുത്തനബിയുടെ സഹാബാക്കളിൽ 30 ആളുകളെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന അലാ അൻഫുസിഹിം നിഫാഖ്. അവര് മുഴുവനും സ്വന്തം ശരീരത്തിന് മേലിൽ കാപ്പട്യം പേടിച്ച ആളുകളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുസ്തഫാ നബിക്ക് രഹസ്യജ്ഞാനം സൂക്ഷിക്കുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു, സ്വഹിബു അസ്റാറി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു വഹിയായി മുത്തനബിക്ക് അറിയിച്ചു കൊടുക്കുന്ന കുറെ രഹസ്യങ്ങളിൽ ചിലതൊക്കെ ഈ മഹാന് അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്തിരുന്നു. കുറെ രഹസ്യങ്ങള്. അതിൽ മദീനയില് മുനാഫിക്കങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തീരെ മനസ്സിൽ ഷാത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ, അവരാണ് മുനാഫിക്കങ്ങൾ. അവരെ കുറിച്ച് ആരൊക്കെയാണെന്ന് മുത്തനബിക്ക് അള്ളാഹു തആല വിവരം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നേതാവാണ് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് സലൂല്. അപ്പൊ മുസ്തഫ നബി അവരെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ അബൂ ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അബൂ ഹുദൈഫ റളിയല്ലാഹു എപ്പോഴും ഇവരെ കുറിച്ചുള്ള ഒരു പേര് വിവരമുണ്ട് എന്നുള്ളൊരു ബോധം, ഒരു അറിവും പൊതുവായ സഹാബാക്കൾക്കുണ്ട്. ഇത് കൈമാറിയെന്ന് അറിഞ്ഞപ്പോ മഹാനരായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അബൂ ഹുദൈഫ തങ്ങളെ പിന്നാലെ നടക്കാൻ തുടങ്ങി. അബൂ ഹുദൈഫ, നിങ്ങളെ കയ്യിൽ റസൂലുള്ള അന്ന് ആ മുനാഫിക്കുകളുടെ പട്ടിക ഉണ്ടല്ലോ, ഒന്ന് എനിക്ക് കാണിച്ചു തരുമോന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്, നോക്കാടി നിങ്ങള്. അപ്പൊ അബൂ ഹുദൈഫ പറഞ്ഞു, അങ്ങനെ കാണിച്ചു തരാൻ പറ്റൂലല്ലോ, ഒരു സ്വകാര്യല്ലേ, നിങ്ങൾ കാണിച്ചു തരണ്ട. അബൂ ഹുദൈഫ പ്ലീസ് എന്റെ പേര് അതിലുണ്ടോന്ന് ചോദിച്ചു. നോക്കാടി നിങ്ങൾ, ആരാ പോയി ചോദിക്കണേ, എന്റെ പേര് ആ പട്ടികയിലുണ്ടോന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങളെ പേര് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. അപ്പോഴാണ് ശ്വാസം വിട്ടത്. ആരാണ് പേടിക്കുന്നത്? റസൂലുള്ള നിങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ. കാരണം ആഖിറം ചിന്തിച്ചാൽ പേടി സ്വാഭാവികമാണ്, അനിയന്ത്രിതാണ്. അത് വയല് പറഞ്ഞ് ഉണ്ടാക്കണ്ട, പേടി കണ്ട് വരും ആഖിറം കണ്ട് ചിന്തിച്ചാല്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ പടച്ചോനെ പേടിച്ച് സ്നേഹിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പൊതുവായി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ മദ്ഹ് പറയാറുണ്ട്. ഇതൊന്നൊരു മദ്ഹാക്കി മാറ്റിയാൽ മതി. കാരണം ഇതിന്റെ തലപ്പത്ത്, അസ്സാബിക്കിന്റെ തലപ്പത്തുള്ളത് മുസ്തഫ നബിയുടെ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യരാണ്. എനിക്ക് ആകാശലോകത്ത് 2 മന്ത്രിമാരുണ്ട്, ഭൂമി ലോകത്തും 2 മന്ത്രിമാരുണ്ട്. ആകാശത്തുള്ള എന്റെ 2 മന്ത്രിമാർ അത് ജിബ്രീലും മീകായിലുമാണ്. ഭൂമിയിലുള്ള എന്റെ 2 മന്ത്രിമാർ വസീറാൻ, ഭൂമിയിലുള്ള വസീർ എനിക്ക് അബൂബക്കറാണ്, ഉമറുൽ ഫാറൂഖാണെന്ന് മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പറയുകയാണ്. ഒരിക്കൽ 3 പേര് ഒരുമിച്ച് കൂടിയ രംഗണ്ട്. വീട്ടിൽ കിടന്നിട്ട് പട്ടിണി കൊണ്ട് വിശപ്പടക്കാൻ ഒന്നും കിട്ടാതെ കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ പുറത്തിറങ്ങിയിട്ട് ഇരുട്ടത്ത് ഇങ്ങനെ നടക്കുകയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ ചരിത്രം വായിച്ചിരുന്ന കാലത്ത് പട്ടിണി കിടന്നിട്ട് എന്തിനാണ് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടണമെന്ന് ഇങ്ങനെ സംശയിച്ചിരുന്ന ഒരു കാലത്ത് സ്വാഭാവികമാണ് സംശയം വരും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്നാണ്. 3 കല്ല് വെച്ച് കെട്ടി. എനിക്ക് തോന്നി അത് എന്തെങ്കിലും ആലങ്കാരിക ഭാഷയായിരിക്കും. പക്ഷേ ഫലസ്തീനിലെ എപ്പോഴത്തെ പ്രശ്നത്തിൽ കുറെ കുട്ടികളുടെ വയറ്റത്ത് കല്ല് വെച്ചിട്ട് വരിഞ്ഞു കെട്ടിയിരുന്നു. അത് വീഡിയോ ഉണ്ടായി, നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാർ വിട്ടുതന്നിയത്. വയറ്റത്ത് പട്ടിണി കിടന്നിട്ട് വയറ് നിവരാനും നടക്കാനും സൗകര്യത്തിന് വയറ്റത്ത് പാറക്കഷ്ണങ്ങൾ കെട്ടി വരിഞ്ഞ് ബന്ധിപ്പിച്ചിരുന്നു. ഇപ്പൊ അടുത്ത് ഫലസ്തീനിലെ കുട്ടികളെ. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരുന്നു, പട്ടിണി കൂടിയാൽ നിവർന്ന് നടക്കാനും ഒന്ന് ആശ്വാസത്തിന്റെ ശ്വാസം വിടാനും ഈ കല്ല് വെച്ച് കെട്ടുന്നത് നല്ലതാണ്. 3 കല്ല് വെച്ച് കെട്ടി രാത്രിയിൽ വീട്ടിൽ കിടപ്പില്ലായിട്ട് പട്ടിണിന്റെ ഉക്കൊണ്ട് പ്രയാസപ്പെട്ട് നടന്ന ആളാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ആ പണ്ട് ദൂരേന്ന് വേറെ ആളിങ്ങനെ നടക്കണം. അപ്പൊ അങ്ങോട്ട് നടന്നുപോയി. നോക്കുമ്പോ ഉമറുൽ ഫാറൂഖാണ്. ചോദിച്ചു, ഉമറെ എന്താ ഈ രാത്രിയിൽ നടക്കണമെന്ന് വെച്ച്. 2 ആളും കൂടി നടന്നപ്പോ മറ്റൊരാളെയും കണ്ടു, അബൂബക്കർ സിദ്ദീഖാണ്. അപ്പൊ 3 ആൾ ഒരുമിച്ച്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പൊ രാത്രി എണീറ്റ് നടക്കണമെന്ന് വെച്ച്. 2 ആളും പറഞ്ഞു, മുത്തുനബിയെ പട്ടിണി കിടന്നിട്ട് ഉറക്കം കിട്ടായിട്ട് നടക്കണമെന്ന് പറഞ്ഞു. നമുക്കൊക്കെ ഈ അനുഭവം ഉണ്ടാറുണ്ട്. രാത്രി ചിലപ്പം പള്ളിയിൽ നിന്ന് കാളിച്ചെങ്ങനെ വരും, ഒന്നുമില്ലെങ്കിൽ അപ്പൊ നീച്ച് ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് അടിച്ചു വരലാണ്. എനിക്കങ്ങനെ ഒരു പരിപാടി. നല്ല വിശന്നാലും വല്ല വണ്ടി എടുത്ത് പോയിട്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് നിന്ന് വരും. വിശന്നാ പിന്നെ അങ്ങനെയല്ല. വീട്ടില് കിടപ്പില്ലാറ്റ് പള്ള കാളിയിട്ട്
പുറത്ത് കല്ല് വെച്ച് നടക്കണ രംഗം ചിന്തിച്ചോക്കാണ് നിങ്ങള്. അപ്പൊ അവർ രണ്ടാളും പറഞ്ഞു, മുത്തുനബിയെ പട്ടിണി കൊണ്ട് നടക്കാൻ വയ്യ. രണ്ടാളും വയറിങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുത്തു, ഷർട്ട് ഉയർത്തി കാണിച്ചു, വസ്ത്രം ഉയർത്തി കാണിച്ചു കൊടുത്തു. അപ്പൊ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. മുത്തുനബി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഓരോ 2 കല്ലല്ലേ ഉള്ളൂ, ഞാനിതാ 3 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ 3 പട്ടിണിയുടെ അവസ്ഥയിൽ 3 ആളിങ്ങനെ നടന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു വീട്ടിൽ കയറി. കണ്ടപാട് അവർക്ക് സന്തോഷായി. പട്ടിണി കിടന്നിട്ട് ശ്വാസം വിടാൻ കഴിയാതെ കഷ്ടപ്പെട്ട് വരുന്ന ആള് ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫയാണ്. തൽക്കാലം വേഗം ഒരു മുന്തിരിക്കോലാണ്ട് വെച്ചു കൊടുത്ത് ഒന്നിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ഔദ്യോഗിക ഭക്ഷണം വരുന്നതിന് മുമ്പ് തൊള്ളയിലിട്ട് ചവക്കാൻ വെച്ചു കൊടുത്ത് അതിന് പഴുത്തത് നോക്കിയിട്ട് ഇങ്ങനെ തിന്നാണ്. അങ്ങനെ പഴുത്തത് പറിച്ചിങ്ങനെ തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആടും പത്തിരിയൊക്കെ വന്നു, അതും തിന്ന് വയറ്റിക്കൊരു നീര് കിട്ടാതെ കാളീറ്റ് വീട്ടിൽ കിടക്കാൻ കഴിയാതെ കല്ല് വെച്ച് കെട്ടി പുറത്തിറങ്ങിയ ആളുകള് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞപ്പോ ആ പാത്രത്തിന്റെ മുമ്പിൽ നിന്നിട്ട് മുത്തുനബി ഉമർ ഫാറൂഖിന്റെയും സിദ്ദീഖിന്റെയും മുഖത്ത് നോക്കി പറഞ്ഞു, അബൂബക്കറെ ഉമറെ, നമ്മൾ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് വീട്ടില് മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് ഉറക്കം വരാതെ പുറത്തിറങ്ങി നടന്ന ആളുകളാണ്. ഇപ്പൊ അല്ലാഹു തആല നമ്മുടെ വയറ്റിൽ നല്ല ഭക്ഷണം നൽകി നിറച്ചിട്ടുണ്ട്. ഇനി ഈ നിഅമത്ത് നാളെ ആഖിറത്തിൽ അല്ലാഹ് കൃത്യമായി എന്തേ ശുക്ർ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കും അബൂബക്കറെ ഉമറെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു റിപ്പോർട്ടിൽ കാണാം, അതാണ്ട് കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് മുന്തിരിക്കൊല അവിടെ ഉണ്ടായിരുന്നു, അത് കണ്ട് എടുത്തിട്ട് ഒരൊറ്റ ഇതിനെ കുറിച്ച് മഹാന്മാർക്ക് വലിയ ചർച്ച ഉണ്ട്. അങ്ങനെ എറിയാൻ പാടുണ്ടോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ? ഒരു മുന്തിരിക്കോല എടുത്തിട്ട് താഴത്തേക്ക് ഇടാൻ പാടുണ്ടോ? അത് അപകടമല്ലേ? അതിന് ചില മഹാന്മാർ പറഞ്ഞ മറുപടി ഇതാണ്, അത് ഉമറുൽ ഫാറൂഖിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അള്ളാഹു കൃത്യമായി പിടികൂടി ചോദിക്കും, ശുക്ർ ചെയ്തോ എന്ന് ചോദിക്കുമെന്നാണ് കേട്ടപ്പോ ഫാറൂഖിന്റെ നെഞ്ചിലേക്കും മസ്തിഷ്കത്തിലേക്കും അതിന്റെ ആ ഒരു ഭീതിയുടെ തരംഗം മടിച്ചങ്ങോട്ട് കയറിയതാണ്. ആഖിറത്തിൽ ഇതുകൊണ്ട് കുടുങ്ങിപ്പോകുന്നു. ആ പേടിയിൽ ബാലൻസ് പോയതാണ്. പിന്നെ അവരെ കുറിച്ചൊന്നും പറയാൻ പറ്റൂല. ഇവര് സാബിഖീങ്ങളെ മുന്നിലെങ്കിൽ പിന്നെ ആരാ സാബിഖീങ്ങളെ മുന്നില്? ഇനി നമുക്ക് വേണ്ടത് അതേ രീതിയിലുള്ള പേടിയും സൂക്ഷ്മതയും ശ്രദ്ധയും ആരാധനയും ആത്മനിഷ്ഠയും ഒന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ അതിന്റെ ഒരു അലയൊലി കാലഘട്ടത്തിന്റെ ഫാറൂഖ് ആവാൻ കഴിയണം, കാലഘട്ടത്തിന്റെ അബൂബക്കർ ആവാൻ കഴിയണം. എന്നാ അവരെ പിന്നാലെ പോകാൻ പറ്റും. ഇതിലൊക്കെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്, മനുഷ്യന്മാരെ പ്രയാസം ഒപ്പാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇമാമിങ്ങളാണ്, തലകെട്ടൊന്നും വേണ്ട, നിങ്ങൾ തന്നെ ഇമാമിങ്ങൾ. ഈ ലോകത്തെ ഏറ്റവും വലിയ അമൽ എന്താന്ന് ചോദിച്ചു മുസ്തഫ നബിയോട്. അപ്പൊ പറഞ്ഞെന്താരോ, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അമൽ എന്താന്ന് വെച്ച് അൻ തുദ്ഖില സുറൂറ ഫീ ഖൽബി റജുലിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കലാണ് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അമല് എന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതിന്റെ ആളുകളും പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഈ സദസ്സിലുണ്ട്, പാവങ്ങൾക്ക് വേണ്ടി ഓടുന്ന ആളുകൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്തെ ധരിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അവരെ ഭരണകാലത്ത് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ അവരെ മനസ്സ് സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു വേള സംഘർഷത്തിന്റെ ഒക്കെ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു? അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി സ്വന്തം കൂടപ്പുറപ്പിനെ അവർ മറന്നുപോയി. അതവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അതൊരു വേള അവർക്കിടയിൽ നടന്നുപോയി. മറ്റുള്ളവർ ബാത്തിലാണ് പറയുന്നതെന്ന് തോന്നിപ്പോയി, അപ്പൊ വാളെടുക്കേണ്ടി വന്നു. അതവരുടെ ഈമാനിന്റെ ഊക്കുകൊണ്ട് ഗവേഷണത്തിൽ പഴച്ചുപോയതാണ്. ഞാൻ അവരെ കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഖത്താബിന്റെ ഭരണകാലത്ത് അലിയാരും ഒരു ജൂതനും തമ്മിൽ ഒരു പ്രശ്നമായി. കേസ് കോടതിയിലെത്തി. ഖത്താബ് രണ്ടുപേരെയും കോടതിക്ക് വിളിച്ചു. ഒന്ന് റസൂലുള്ളാഹിന്റെ മരുമോന്, ഖുലഫാഉർ റാഷിദീങ്ങളിൽ പെട്ട മഹാന്, ഇസ്ലാമിന്റെ ഉള്ളും പുറവും മനസ്സിലായ, വിജ്ഞാനത്തിന്റെ പട്ടണത്തിലേക്ക് കടക്കാനുള്ള കവാടം എന്ന് മുത്തുനബി സ്വന്തം നാവാൽ വിശേഷിപ്പിച്ച മഹാൻ ഫാറൂഖിന്റെ മുമ്പിൽ എത്തി. ഇപ്പൊ സാധാരണ രീതിയില് ഇത് ജൂതന്, നമ്മൾ മുസ്ലിം, ഫാറൂഖിന്റെ ഉറ്റ സുഹൃത്ത്, സ്വഹാബാക്കളിൽ പ്രമുഖന്, വിജ്ഞന് എല്ലാം ആണല്ലോ. അലിയാർ എന്ത് ചെയ്ത് ഇങ്ങനെ കയറി കണ്ട് അതിഥികൾ ഇരിക്കാനുള്ള സ്ഥലത്തിരുന്നു.
മറ്റേ ജൂതൻ പ്രതിപ്പുറത്ത് നിന്നു. അപ്പൊ ഉമർ ഫാറൂഖ് പറഞ്ഞു, യാ അബൽ ഹസൻ ഖും, അവിടുന്ന് നീക്കി, നിങ്ങളിപ്പ അതിഥിയല്ല പ്രതിയാണ്, ഇങ്ങടക്കുന്ന. എന്താണ് ആ നീതിയിലെ? നിങ്ങൾ ഇവിടെ കോടതിയിലെ അതിഥിയല്ല, നിങ്ങൾ പ്രതിയാണ്, ഇങ്ങോട്ട് നിൽക്കുന്നത്. ആ ജൂതൻ നിൽക്കുന്ന സ്ഥലത്ത് നോക്കി, ഇപ്പൊ എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്, അവിടെ ഇരിക്കാൻ പാടില്ല. അലിയാര് നേരെ അവിടുന്ന് നീച്ചിട്ട് ഇവിടെ വന്നു. ഈ നീതി ഒന്ന് ഓർത്തോക്കാണ് നിങ്ങള്. സ്വന്തം ആളുകൾക്ക് വേണ്ടി ഏത് തെണ്ടിത്തരത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഓടി നടക്കുകയും സോഷ്യൽ മീഡിയയിൽ പല്ലിളിച്ച് കൊഞ്ഞനം കാണിക്കുകയും ഏർപ്പത്തരം പറയുകയും നിരപരാധികളെ പോലും വേട്ടയാടുകയും നിരുത്തരവാദിത്ത പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന ഈ കാലത്തൊക്കെ ഈ ചരിത്രങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മള് രണ്ടാളെ ഒരേ സ്ഥലത്ത് നിർത്തി. നിങ്ങൾ രണ്ടാളിപ്പോ കോടതിയിൽ അതിഥികളല്ല, രണ്ടു പ്രതികളാണ്. അവിടേക്ക് തീരുമാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫാറൂഖിന് ഭയങ്കര വേദനയായി. സംഗതി സ്വന്തം ആളോടല്ല ഇപ്പൊ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ മരുവനോടാണ് പറഞ്ഞത്. ഫാറൂഖ് കൈ പോയി പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ ആ പറഞ്ഞ നിങ്ങൾക്ക് വിഷമായെന്ന് വെച്ച്, എനിക്ക് ഭയങ്കര വിഷമായി. വെറുപ്പായോ? നല്ല വെറുപ്പായോ? എന്തെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടണം. ഞാൻ കോടതിയിലെ ജഡ്ജിയല്ലേ, എനിക്ക് നീതിയല്ലേ പാലിക്കാൻ പറ്റുള്ളൂ അലിയെ. അല്ല, നിങ്ങൾ ആ പറഞ്ഞതിനല്ല എനിക്ക് വെറുപ്പായത്. ഞാൻ സ്ഥലം മാറിയിരുന്നപ്പോ നിങ്ങൾ എന്നെ വിളിച്ചത് അബുൽ ഹസൻ, അത് അയാൾക്ക് വെറുപ്പാവില്ല. നിങ്ങൾക്ക് അലി അങ്ങോട്ട് മാറടാന്ന് പറഞ്ഞാ പോരെ? അബുൽ ഹസൻ നിങ്ങൾ എന്നെ വിളിച്ചത് ബഹുമാനിച്ചിട്ടാണ്. അത് ശത്രുവിന്റെ മനസ്സിൽ ഒരു പ്രയാസം വരൂലേ? നമ്മൾ രണ്ടാളും ഒത്താൻ തോന്നൂലേ? നിങ്ങൾ പറയേണ്ടത് അലിയെ ഇങ്ങോട്ട് മാറടാന്നാ പറയേണ്ടത്. ആ സമയത്ത് നിങ്ങൾ എന്തിനാ എന്നെ ബഹുമാനിക്കാന്ന്? അതെനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു. രണ്ടുപേരും കരഞ്ഞു. ഇതാണ് സ്വഹാബാക്കൾ. അവര് സാബിഖ്യങ്ങളിൽ മുന്നിലല്ലേ? ഇത്ര സലാമത്ത് സദറിന്റെ ആളുകൾ വേറെ ഉണ്ടോ? അള്ളാഹു അവരുടെ പിന്നാലെ എന്തെങ്കിലൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന രൂപത്തിൽ ഉമറുൽ ഫാറൂഖും അലിയാരൊക്കെ ആയിട്ടൊന്ന് പിടിച്ചു നിന്നിട്ട് അവര് പോണ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മള് ബാക്കിയത്ത് പഠിക്കണ കുട്ടിയാണ്. അവതാരണം الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ما صليناه هدية منا إلى حبيبك المصطفى محمد صلى الله عليه وآله وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرات من ماتوا منا آبائنا وأمهاتنا وأقربائنا خاصة وإلى حضرات أموات المسلمين عامة إنك على كل شيء قدير. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المسلمين والمسلمات والمؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير